നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നത് പ്രീമച്വർ ഗ്രേയിങ് അല്ലെങ്കിൽ അകാല നരയെക്കുറിച്ചിട്ടാണ്. അകാല നരയുള്ള പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇനിയിപ്പോൾ അകാല നര എന്ന് പറയുമ്പോൾ 20-നും 30-നും ഇടയ്ക്ക് വയസ്സിനുള്ളിൽ വരുന്ന നരയാണ് കേട്ടോ. കാരണം ഇപ്പം 45 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെയുള്ള നരയെ നമുക്ക് അകാല നര എന്ന് വിളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ളതിനെ വിളിക്കാൻ പറ്റില്ല. പക്ഷേ 20 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കാണ് നിങ്ങൾക്ക് നര വരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ ഒരു 35 വരെ മാക്സിമം നമുക്ക് അകാല നര എന്ന് വിളിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അകാല നരയുള്ളവരായിരിക്കുമല്ലോ മിക്കവാറും ഈ ഒരു വീഡിയോ കാണുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്ത് കടക്കാം ഒരു പരിധി വരെ. ഒത്തിരി ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണ്, പക്ഷേ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം. ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് പാരമ്പര്യമായിട്ട് ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊന്നും വന്നാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം അതിൻ്റെ ഒരു റേറ്റ് കുറയ്ക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ നരച്ച മുടി നമുക്ക് കറുപ്പിക്കാനൊന്നും പറ്റത്തില്ല. അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ്, വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി മൂലം, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി മൂലം, അയേണിൻ്റെ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി മൂലമൊക്കെ വരും. അങ്ങനെ വരുന്ന സംഭവങ്ങളാണെങ്കിൽ, വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ മിനറൽ ഡെഫിഷ്യൻസിയോ കുറവ് മൂലം വരുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് യഥാവിധി നമ്മൾ യഥാസമയത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നരച്ച മുടിയൊക്കെ നമുക്ക് മാറ്റാം. അതുപോലെ പുതിയ വരുന്ന മുടിയൊക്കെ കറുത്ത് നല്ല തിക്കായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രശ്നം മൂലം ചിലർക്ക് വരും, ടെൻഷൻ മൂലവും വരും, ചിലർക്ക് വെള്ളം ഹാർഡ് വാട്ടർ ഉപയോഗിക്കുന്ന മൂലവും, അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് സ്മോക്കിങ്ങും ആൽക്കഹോളും കൊണ്ടൊക്കെ വരും കേട്ടോ. ചിലപ്പോൾ ചില മെഡിസിൻസിൻ്റെ ദീർഘകാല ഉപയോഗം ഉണ്ടെങ്കിൽ അതുകൊണ്ടും ഒക്കെ, അല്ലെങ്കിൽ മുടി കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്ത് എപ്പോഴും നമ്മളൊരു കെമിക്കൽ സ്പ്രേ അങ്ങനത്തെ സാധനങ്ങൾ, ജെല്ല് അങ്ങനത്തെ സാധനങ്ങൾ തലയിലേക്ക് ഉപയോഗിക്കുകയോ, അല്ലെങ്കിൽ ചിലപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് എടുത്ത മുടിയിലൊക്കെ വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കത് നേരെയാക്കാൻ പറ്റും. അല്ലാതെ പാരമ്പര്യമായിട്ട് വന്ന സംഭവങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ ഭയങ്കര പാടാണെന്ന് നിങ്ങൾ ഓർക്കുക. തീർച്ചയായിട്ടും ഇതിനൊരു സ്ക്രീനിങ്. നിങ്ങൾ എണ്ണകൾ മാറ്റി മാറ്റി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന പല കാര്യങ്ങൾ തലയിൽ ചെയ്ത് നോക്കിയിട്ടോ കാര്യമില്ല. ശരിക്കും ആദ്യം ഒരു സ്ക്രീനിങ് നടത്തുക, എന്തുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് എന്നുള്ളത്. അങ്ങനെ വരുത്തിയാൽ തന്നെ നമുക്ക്, അങ്ങനെ ആ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്താ റീസൺ എന്നുള്ള. ആ റീസൺ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ നര കാണുന്നപാടെ ഒരു കാരണവശാലും കെമിക്കൽ ഡൈ, നിങ്ങളിപ്പോൾ കെമിക്കൽ ഡൈസൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിർത്തുക. 1-2 പ്രാവശ്യത്തിൽ കൂടുതൽ ഉപയോഗിച്ചാൽ നമ്മളെ ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാകാതെ വരും. അതുകൊണ്ടാണ് കെമിക്കൽ ഡൈസ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. അതുപോലെ തന്നെ നാച്ചുറൽ കാര്യങ്ങളായ നെല്ലിക്ക, മൈലാഞ്ചി, അതുപോലെ നീല ആമരിപ്പൊടി, ഇതൊക്കെ ഒത്തിരി ആൾക്കാർ പനിക്കൂർക്ക, ബീട്രൂട്ട്, കാപ്പിപ്പൊടിയൊക്കെ ഇട്ടിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിലെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാക്കറ്റ് ആയിരിക്കും വാങ്ങിക്കുന്നത്. അതിൻ്റെ അകത്ത് എത്രമാത്രം കെമിക്കൽ, എത്രമാത്രം നാച്ചുറൽ എന്ന് പറയാൻ പറ്റില്ല. അഥവാ നിങ്ങൾക്ക് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള സാധനം ലഭ്യമാണ്, 100% വിശ്വാസമാണെങ്കിൽ മാത്രം പ്രീമച്വർ ഗ്രേയിങ് ഉള്ള ആൾക്കാർ ഇടുക കേട്ടോ. അത് എന്നിട്ട് ഡോക്ടറെ കണ്ടാലും കുഴപ്പമില്ല. പക്ഷേ ഡോക്ടറെ കാണുന്നതിന് മുൻപേ തലയിലൊന്നും ഉപയോഗിക്കാതെ ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. അപ്പോൾ ഇൻറ്റേർണൽ ആയുർവേദത്തിൽ ഇതിന് ഉള്ളിലേക്കുള്ള മരുന്നുകളുണ്ട്. എണ്ണകൾ ഒരു പരിധി വരെ ഉപയോഗം ചെയ്യുള്ളെങ്കിലും നമ്മൾ ഉള്ളിലേക്കുള്ള മരുന്നിൻ്റെ ഒപ്പം ഒരു സപ്പോർട്ടിന് പുറത്തേക്ക് ഒരു എണ്ണയും കൂടെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ കുറേയൊക്കെ മാറുന്നതാണ്. പിന്നെ വൈറ്റമിൻസൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ളിലേക്ക് മെഡിസിനായിട്ട് തരികയും നരച്ച മുടിയെ മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് തീരെ ഒരു പറ്റാത്തതായിട്ടുള്ളൊരു കാര്യമല്ല. കാരണം കണ്ടുപിടിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നരച്ച മുടി മാറ്റാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ഇത് പ്രത്യേകം ചെറുപ്പക്കാരോടാണ് ശ്രദ്ധിക്കുക. ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് നര ഇല്ലാതെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.